ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഗപ്രതിരോധ ശേഷി ശരീരത്തിന് വളരെയധികം ആവശ്യമുള്ള ഒന്നാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നതിനും വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഒറ്റമൂലി നമുക്ക് തയ്യാറാക്കാം. ഈ ഒറ്റമൂലി തയ്യാറാക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ: ആപ്പിൾ സിഡാർ വിനീഗർ, അല്പം വെളുത്തുള്ളി ചതച്ചത്, അല്പം ചെറിയ ഉള്ളി ചതച്ചത്, അല്പം കുരുമുളക്, അല്പം ചതച്ച ഇഞ്ചി, അല്പം മഞ്ഞൾ എന്നിവയാണ്. വിനാഗിരി ഒഴികെയുള്ള മറ്റു വസ്തുക്കളെല്ലാം തന്നെ ഒരുമിച്ച് ചേർക്കാം. ഇത് ഒരു ജാറിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് ആപ്പിൾ സിഡാർ വിനീഗർ ചേർക്കാം. നല്ലതുപോലെ അടച്ച ശേഷം കുലുക്കണം. 2 ആഴ്ച ഈ മിശ്രിതം വരണ്ട സ്ഥലത്ത് സൂക്ഷിക്കാം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ കുലുക്കാൻ ശ്രദ്ധിക്കണം. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ മിശ്രിതം ഉപയോഗിച്ചു തുടങ്ങാം. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചും ഉപയോഗിക്കാവുന്നതാണ്. ഏതു രോഗത്തെയും ശരീരത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാതെ കാത്തു സൂക്ഷിക്കാൻ ഈ ടോണിക് സഹായിക്കുന്നു. സ്ഥിരമായി ഈ ടോണിക് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം രോഗങ്ങളെ ശരീരത്തിലേക്ക് കടക്കാതെ തടയുകയും ചെയ്യുന്നു. രക്തത്തെ ശുദ്ധീകരിക്കുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, രക്തത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ ഇല്ലായ്മ ചെയ്യുന്നതിനും ഈ മിശ്രിതം സഹായിക്കുന്നു. ഈ ടോണിക് കഴിക്കുന്നത് ഹൃദയത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കുന്നു. പലപ്പോഴും നെഞ്ചെരിച്ചൽ ഈ മിശ്രിതം കഴിച്ചതിന് ശേഷം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഈ മിശ്രിതം കഴിച്ച ശേഷം ഒരു കഷണം ഓറഞ്ചോ നാരങ്ങയോ കഴിക്കുന്നത് നല്ലതാണ്. ഇത് നെഞ്ചെരിച്ചൽ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നു. ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇതിനോടൊപ്പം ഒരിക്കലും വെള്ളം ചേർക്കരുത്. ഇത് ഒറ്റമൂലിയുടെ ഫലം കളയുന്നു. ദിവസവും 1 സ്പൂൺ മാത്രമേ കഴിക്കാൻ പാടുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ മറ്റോ ഉണ്ടെങ്കിൽ ഈ മിശ്രിതം കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തേ.